ജീവിക്കാൻ എന്തൊക്കെ പാടുപെടുന്ന മനുഷ്യല്ലേ. അങ്ങനെ ഒരു പുള്ളിയുടെ മുക്കുകൊണ്ടമായിട്ട് സ്വർണ്ണപ്പണയം വയ്ക്കാൻ പോയി. ഇത് ആലപ്പുഴയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാരൻ ഒരു വശപ്പശ തോന്നി. പതുക്കെ ഒന്ന് മടക്കി വിട്ടപ്പോഴേക്കും വീണ്ടും അയാൾ ബുദ്ധി ഒന്ന് തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിച്ച് അവർ രണ്ടാമത് കയറുന്നു. ആ സ്വർണ്ണം ആ വളയിൽ നിന്ന് കാണിച്ചു കേട്ടാന്ന് ചോദിക്കുന്നു. അയാൾ വേറെ കൈ പിടിച്ചു. അത് കൈ പിടിക്കാൻ നൈസായിട്ട് ചെയ്താൽ മതിയായിരുന്നു. കൈ പിടിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, കൊണ്ടുവന്ന ആൾക്ക് മനസ്സിലായി സംഭവം തരികിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. അവസാനം നിൽക്ക് പോലെ ഞങ്ങളൊരു സംസാരിച്ച് നോക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴേക്കും കൊണ്ടുവന്ന കള്ളന്മാർക്ക് സംഭവം മനസ്സിലായി. ഇവർ എന്താണ് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇറങ്ങിപ്പോകണം. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ ഒളിമ്പിക്സിൽ മെഡൽ വൈക്കത്തൊരു മാറി നിൽക്കും. അമ്മാതിരി ഓട്ടമാണ് ആ ചേട്ടൻ ഓടിയത്. അതിൻ്റെ പുറകിലെ സ്ത്രീയും ഓടുന്നുണ്ട്. അപ്പോൾ ഒരു കാർ കൂടുതൽ കള്ളന്മാരെന്നൊരു ഗ്യാങ് ആയിരിക്കുമല്ലോ, വന്ന് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ ഓർക്കും ആ പുള്ളിക്കാരൻ ഓടി എങ്ങോട്ട് പോയിട്ടുണ്ടാവും. രണ്ടും പേരും അല്ല, ഈ കാറ് പതുക്കെ പോകുന്നു, അപ്പുറത്ത് പോയി അയാളെയും കയറ്റുന്നൊരു സീൻ അതിൻ്റെ അകത്തുണ്ട്. കാലം ഇത്തരത്തിൽ അപ് ടു ഡേറ്റ് ആയിട്ടും ഈ മുഖമണ്ഡം എന്താണെന്നറിയാനുള്ള ഓപ്ഷനൊന്നും ഈ സ്വർണ്ണപ്പണയക്കാർക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ കള്ളന് കഞ്ഞി വെച്ചവനാണെല്ലാം. എങ്ങനെയുണ്ട്? കൊള അടിപൊളി.